ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അന്ന. ഞാൻ പാലക്കാട് രൂപതയിലെ പൊൻകണ്ടം ഇടവകാംഗമാണ്. ഞാനിപ്പം BBA LLB പഠിക്കുക, 4th ഇയർ. ഞാൻ ഒരു ചെറിയ ദൈവാനുഭവം പറയാനാണ് ഇവിടെ ആയിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് പറയുമ്പം ആദ്യം എനിക്ക് പറയാൻ തോന്നുന്നത് ഒരു കഥയാണ്. എൻ്റെ ചേട്ടായി എനിക്ക് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ട ഒരു കഥയാണ്. ഒരു മകൻ അപ്പനോട് ചോദിക്കുക, ഈ ദൈവം എത്രത്തോളം വലുതാണ്? അപ്പോൾ ഈ അപ്പൻ മകനോട് അതിനുത്തരം ഒന്നും കൊടുത്തില്ല. പക്ഷെ അവർ നിന്നതിന് മുകളിലൂടെ ഒരു എയ്റോപ്ലെയിൻ പോകുമായിരുന്നു. അപ്പം അപ്പൻ മകനോട് വിളിച്ചിട്ട് ചോദിച്ചു, മകനെ, നീ ആ എയ്റോപ്ലെയിൻ കാണുന്നുണ്ടോ? അപ്പം മകൻ അപ്പനോട് പറഞ്ഞു, അപ്പാ കാണുന്നുണ്ട്. അതെത്ര വലുതാണ്? അപ്പം മകൻ പറഞ്ഞു, അത് ഒത്തിരി ചെറുതാണല്ലോ അപ്പ, ഒരു ചെറിയ പക്ഷിയുടെ അത്രയൊക്കെ അതുള്ളൂ. അപ്പം അപ്പൻ പറഞ്ഞു, ശരിയാ മോനെ, അത് ഭയങ്കര ചെറുതാ. എന്നിട്ട് ഈ അപ്പൻ മകനെ പിറ്റേ ദിവസം ഒരു എയർപോർട്ടിൽ കൊണ്ടുപോവുക. ആ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ഭീമാകാരമായ എയ്റോപ്ലെയിനുകളെ കാണിച്ചുകൊണ്ട് അപ്പൻ മകനോട് ചോദിച്ചു, മകനെ, ഇപ്പം ഈ പ്ലെയിനിന് എത്ര വലിപ്പമുണ്ട്? അപ്പം മകൻ അപ്പനോട് പറയുക, അപ്പാ, ഈ പ്ലെയിൻ ഒത്തിരി വലുതാണല്ലോ, ഇതിന് ഒരുപാട് വലിപ്പമുണ്ട്, ഇത് ഭയങ്കര വലുതാ. അപ്പം അപ്പൻ പറഞ്ഞു, ശരിയാ മോനെ, നീ പക്ഷേ ഇന്നലെ എന്നോടൊരു ചോദ്യം ചോദിച്ചില്ലേ, ദൈവത്തിന് എത്ര വലിപ്പമുണ്ടെന്ന്? നമ്മൾ ഇതുപോലെയാ ദൈവത്തെ കാണുന്നേ. നമ്മൾ ദൈവവുമായിട്ട് ഒത്തിരി അകലെ ആയിരിക്കുമ്പം ദൈവം വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ എത്രത്തോളം അടുക്കുന്നുവോ ദൈവത്തിൻ്റെ വലിപ്പം നമുക്ക് അത്രയും കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഈ കഥ പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ചെറുതായിരുന്നപ്പോൾ, ദൈവത്തിൽ നിന്ന് ഒത്തിരി അകലെ ആയിരുന്നപ്പം, ദൈവത്തെ ഞാൻ അത്ര മനസ്സിലാക്കിയിട്ടില്ലായിരുന്നപ്പം എനിക്ക് തോന്നിയിരുന്നത് ദൈവം ഒത്തിരി ചെറുതായിരുന്നു എന്നാണ്. അതായത് ഞാൻ വിചാരിച്ചിരുന്നേ, നമ്മൾ ഓരോ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പം സാധിച്ചു തരുന്ന, അല്ലെങ്കിൽ കർത്താവേ എൻ്റെ പരീക്ഷയാണ്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന, അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്ന ഒരു മജീഷ്യനെയൊക്കെ പോലത്തെ ഒരു, നമുക്കിങ്ങനെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്ന ഒരു പ്രൊവൈഡർ, അത്രയൊക്കെ ദൈവത്തെ ഞാൻ മനസ്സിലാക്കിയിരുന്നുള്ളൂ. പിന്നെ ഭയങ്കര പവറൊക്കെ ഉണ്ട്, അത്രയായിരുന്നു എൻ്റെ ഒരു ചിന്ത. പക്ഷേ ആ ഒരു ചിന്തയിൽ നിന്ന് ദൈവത്തെ കൂടുതൽ ഞാൻ അറിഞ്ഞറിഞ്ഞ് തുടങ്ങിയപ്പം, ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി, ദൈവം അത് മാത്രമല്ല, ഈ ഒരു ഇത് ദൈവത്തെ ഞാൻ അറിയുന്ന ഒരു ഗ്രോത്ത് ആണ്. ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പോഴും ദൈവത്തെ അറിഞ്ഞെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം മനുഷ്യന്മാർക്ക് ദൈവത്തെ അറിയുന്നതിൽ ഒരു പരിധിയൊക്കെ ഉണ്ടാവും. നമുക്ക് സ്വർഗത്തിലെത്തുമ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ശരിക്കും പൂർണ്ണമായിട്ട് ദൈവത്തെ നമുക്ക് അറിയാനൊക്കെ പറ്റുന്നത്. പക്ഷെ അതുവരെ നമുക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റും. ഈ ഒരു ട്രാവലിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഇടവകയിൽ വരുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും ജീസസ് യൂത്ത് കമ്മ്യൂണിറ്റിയും, ഏറ്റവും ഉപരിയായിട്ട് പാലക്കാട് രൂപതയുടെ സ്റ്റാർസ് എന്ന ഫോർമേഷൻ ഹൗസാണ്. സ്റ്റാർസ് പാലക്കാട് ഡയസിസിലെ സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഫോർമേഷൻ കൊടുക്കുന്ന ഹൗസാണ്. അതുപോലെ തന്നെ സ്റ്റാർസിൻ്റെ ഡയറക്ടറായ അരുണച്ചനൊക്കെയാണ് എനിക്ക് ഈശോയെ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഈശോയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വന്നപ്പോഴാണ് ഞാൻ പണ്ട് വിചാരിച്ച പോലെ എനിക്ക് ബിരിയാണി വേണമെന്ന് തോന്നുമ്പോൾ ബിരിയാണി ചോദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എൻ്റെ എക്സാംസ് എളുപ്പമാക്കി തരാൻ പറ്റുന്ന, എനിക്കൊരു ജോലി വേണമെന്ന് പറയുമ്പോൾ ജോലി തരുന്ന ഒരാളല്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചോദിക്കുന്നതിന് പകരം ഞാൻ കർത്താവിനെ മനസ്സിലാക്കിയപ്പം എൻ്റെ പ്രാർത്ഥനകളുടെ സ്റ്റൈലൊന്ന് മാറി. ആളുകളുടെ ആന്തരികതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ വിശുദ്ധിയും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ലോകത്തിലുള്ള ആളുകളുടെ എല്ലാം വിശുദ്ധി കാത്തു സംരക്ഷിക്കുക, നമ്മുടെ സ്പിരിച്വൽ ലൈഫാണ് ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാതെ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഇമ്പ്രൂവ് ആവാനായിട്ട് കർത്താവിൻ്റെ ഹെൽപ്പ് ചോദിച്ചു തുടങ്ങി. അതുപോലെ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ധ്യാനിക്കാനും അവിടുത്തെ കാരുണ്യത്തെ ഓർത്ത് ധ്യാനിച്ച് നന്ദി പറയാനും തുടങ്ങി. അവിടുന്ന് ഈ ഭൂമിയിൽ പിറക്കുകയും അതുപോലെ ബലിയായി സ്വയം കുരിശിൽ സമർപ്പിച്ച് നമുക്ക് രക്ഷ മേടിച്ചു തന്നതിനെയും നമ്മളെയൊക്കെ സൃഷ്ടിച്ചതിനെയും നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെ വസിക്കാനായിട്ട് ഒരു കുഞ്ഞി അപ്പമായി സ്വയം പകുത്തു നൽകുന്ന ആ ഒരു സ്നേഹത്തെയും ഒക്കെ ധ്യാനിച്ച് അവിടത്തോട് നന്ദി പറയാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് എൻ്റെ കണ്ണിൽ പെട്ടു തുടങ്ങിയത് ഈശോയെ കൂടുതൽ അറിഞ്ഞു തുടങ്ങുമ്പോഴാണ്. അതിന് പുറമെ ഈശോയെക്കുറിച്ച് ദൈവത്തെ ആരാധിക്കാനായിട്ട് ഞാൻ തുടങ്ങി.
പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ധ്യാന കേന്ദ്രത്തിൽ പോകുമ്പം ഹല്ലേലൂയ സ്തോത്രം ഇതൊക്കെ ചുമ്മാ ഓരോ വാക്കുകളായിട്ട് പറയാന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ആത്മാർത്ഥതയോടെ നിഷ്കളങ്കമായിട്ട് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. ലോകത്തിൻ്റെയൊക്കെ രക്ഷകനായ ഏറ്റവും മഹോന്നതനായ സർവശക്തനായ ദൈവം എത്ര ആരാധിച്ചാലും എത്ര നമ്മൾ മഹത്വപ്പെടുത്തിയാലും അതൊന്നും അവിടത്തേക്ക് പോരാ. അതൊന്നും ഒന്നുമല്ല. ബിക്കോസ് നമ്മൾ എത്ര ആരാധിച്ചാലും അതിനേക്കാളും ഒക്കെ ആരാധനയ്ക്ക് അർഹതയുള്ള ആളാണ് നമ്മുടെ ദൈവം. അപ്പം ഈ കർത്താവിൻ്റെ ആ ഒരു വലിപ്പത്തെ മനസ്സിലാക്കി ദൈവത്തെ ഞാൻ ആരാധിക്കാനും സ്തുതിക്കാനും ആത്മാർത്ഥതയായിട്ട് അങ്ങനെ ആരാധനകൾ അർപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബിനോജച്ചൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, വാക്കുകൾ പോരാ പോരാ നാദാ നിന്നെ ആരാധിക്കാൻ, ആയുസ്സും പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. നമ്മുടെ വാക്കുകളും ആയുസ്സും ഒന്നും പോരാ കർത്താവിനെ ആരാധിക്കാൻ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ആന്തരികതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നന്നായിട്ട് ജീവിക്കാനും ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും അതുപോലെ ഇടയ്ക്ക് കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയാനും ആരാധിക്കുമ്പം നിഷ്കളങ്കമായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കാനും ശ്രമിക്കാം.